ഹായ് എല്ലാവർക്കും നമസ്കാരം. കല്ലറയുടെ കലവറയിലേക്ക് സ്വാഗതം. ഇന്നും കുറച്ച് പച്ചച്ചക്കയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ പച്ചച്ചക്ക കൊണ്ട് ഇന്നൊരു കിഡിലെ മട്ടപ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബ്രേക്ക് ദ ചെയിൻ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ നമ്മൾ നടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പച്ച ചക്ക ഇവിടെ അടുക്കളയിൽ നമ്മൾ അടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മളിന്ന് പുറത്തിറങ്ങി. നമ്മൾ ഈ ചക്കയുടെ കട്ടിയുള്ള ഭാഗം, ഓരോ പീസിൽ നമുക്ക് കട്ടിയുള്ള ഭാഗമുണ്ട്, രണ്ട് ഭാഗം, താഴ്ഭാഗവും മുകൾ ഭാഗത്തും കട്ടി കൂടുതലായിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് നമുക്ക് കറി വയ്ക്കുന്ന ചക്കയിലേക്ക് തന്നെ കൊടുക്കാം. ഇതുപോലെ ആ രണ്ട് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്കിതുപോലെ ചെറിയ പീസുകളായിട്ട്, അതായത് അടയുടെ വലിപ്പത്തിലുള്ള പീസുകളായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അരിയട ഇല്ലേ, അതിൻ്റെ അതേ പീസുകളായിട്ട് നമുക്ക് മുറിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചക്ക മുഴുവനും മൊത്തം ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ 2 ദിവസം മുമ്പ് ഒരു വരിക്കച്ചക്കയുടെ പായസം അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, വരിക്കച്ചക്ക ഇല്ലാത്ത ഞങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയാണോ? അവർക്ക് കൂടി ഒരു സൊല്യൂഷനാണിത്. വെറും വീട്ടിലുള്ള ഏത് ചക്കയായാലും, അതായത് ചുള ഒരല്പം കട്ടി കുറഞ്ഞ ചക്ക, അതാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഈ ചക്കയെ നമ്മൾ നല്ലതുപോലെ വറുത്തെടുക്കണം. നമ്മളെ വീട്ടിൽ ചക്ക വറ്റലൊക്കെ ഉണ്ടാക്കാനായിട്ട് വറുക്കുന്നത് പോലെ വറുക്കണം. ശ്രദ്ധിക്കുക, അതിലൊന്നും വേറെ ഒന്നും ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ നിഴലായിട്ട് കാണുന്നതൊക്കെ നമ്മുടെ ലൊക്കേഷനാണ് കേട്ടോ. അതൊന്ന് ക്യാമറ ഒന്ന് പൊക്കി കാണിക്കാം. ഇതുപോലെ പച്ചപ്പിൽ ആണ്, ഞങ്ങളൊരു ഫോറസ്റ്റിന് അരികിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കാര്യമൊക്കെ പറഞ്ഞു തന്നു. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ചക്ക ഇതിലേക്കിട്ട് വറുത്തെടുക്കാം. അതുപോലെ നമ്മളെ ചെറിയ ചതുര പീസുകളായിട്ട് ആണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിലേക്ക് കിടന്ന് അത് മുരിഞ്ഞ് തുടങ്ങുമ്പോഴേ അതിൻ്റെ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നോക്കാം. ഇത് നല്ല കട്ടി കുറഞ്ഞ ഇതായ ചക്കയാകൊണ്ട് പെട്ടെന്ന് നമുക്കത് മൂത്ത് കിട്ടും. നമുക്ക് പൊട്ടിച്ച് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇങ്ങനെ ഓരോ പീസ് എടുത്ത് നോക്കി പൊട്ടിക്കുമ്പോഴത്തേക്ക് ചെറിയ ശബ്ദത്തോടെ ഇങ്ങനെ പൊട്ടി വരും. പൊട്ടുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. തെച്ചിമട്ട് വരെ പൊട്ടി വിടർന്നത് കണ്ടില്ലേ? അപ്പം ഏകദേശം ആയി എന്നാണ് തോന്നുന്നത്. ഒരുപാടങ്ങ് മൂത്ത് പോണ്ട. ഇപ്പോൾ ഏകദേശം ആയി. നമുക്കിതിനെ കോരി മാറ്റാം. നമുക്കൊരു എണ്ണ തോരാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, എൻ്റെ ഗ്ലാമർ കണ്ടില്ലേ? നല്ല സ്വർണ്ണ നിറത്തിലായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇരിക്കണം, ഒരുപാട് കരിഞ്ഞ് പോകരുത്. വറുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ മൊത്തം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു തേങ്ങ എടുത്തതിൻ്റെ പാലെടുക്കുക എന്ന് പറഞ്ഞാൽ, പാലെടുത്തു നമുക്കതിനെ ചൂടാക്കാൻ വയ്ക്കാം. നല്ലതുപോലെ തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിടാൻ പറ്റൂ. ഇപ്പോൾ ഏകദേശം ഒക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചക്ക ആ പാലിലേക്ക്, രണ്ടാം പാലാണ് കേട്ടോ, രണ്ടാം പാലിലേക്ക് നമുക്ക് ചെന്ന് വീഴുന്നതിൻ്റെ ഗ്ലാമർ തന്നെ കണ്ടില്ലേ? നല്ല സ്വർണ്ണ വർണ്ണത്തിലാണ് ചെന്ന് വീഴുന്നത് ആ തേങ്ങാപ്പാലിലേക്ക്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്താലേ വേവത്തുള്ളൂ. ചക്കയൊക്കെ വളരെ പെട്ടെന്ന് വേവെങ്കിലും നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്ത ചക്കയാണ്. അതുകൊണ്ട് ഒരു 10 മിനിറ്റോളം, ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ ചക്ക വെന്ത് വരും. പേടിക്കണ്ട, ചക്ക വെന്ത് നിങ്ങളുടെ ചക്ക കൂട്ടാൻ പോലെയൊന്നും ആവത്തില്ല. കിടലം അട വെന്ത് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒഴിച്ചതിൽ ഒരല്പം പാലിൻ്റെ കുറവുണ്ട്, വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പം നമുക്ക് ശകലം നമ്മൾ ഒന്നാം പാലിൽ നിന്ന് കുറച്ച് ഡൈലൂട്ട് ചെയ്ത് ചൂടാക്കി അതും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. എങ്കിൽ മാത്രമേ വെന്ത് കിട്ടത്തുള്ളൂ. ഏകദേശം വെന്തിട്ടുണ്ട്. ഈ പരുവത്തിന് കിട്ടും. നമ്മൾ അടപ്രഥമനെ വെക്കുമ്പോഴത്തേക്ക് അടയൊക്കെ വെന്ത് കിട്ടുന്ന അതേ പരുവത്തിന് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ.
അതിനുവേണ്ടി ഒരു കപ്പ് ശർക്കര നമ്മൾ ഉരുക്കി അരിച്ച് റെഡിയാക്കി വെച്ചിരുന്നു. ആ ശർക്കര പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ശർക്കര പാനി ഒഴിച്ചു, അത് അതിനടിയിലേക്ക് പോയിട്ടുണ്ട്, കാണാൻ കിട്ടുന്നില്ല. നമുക്കിനി കുറച്ച് ചവ്വരി കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ചവ്വരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് അടിയിലേക്ക് പോയ ശർക്കരയൊക്കെ എവിടെ പോയിരിക്കുന്നതെന്ന് ഒളിച്ചിരിക്കുന്നതെന്ന് നോക്കട്ടെ. അതാ ശർക്കരയൊക്കെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഈ ശർക്കരയും ഈ ചക്കയും ചവ്വരിയും തമ്മിൽ ഒരു ഏകദേശം 8 മിനിറ്റ് നല്ലതുപോലെ കിടന്ന് തിളച്ച് വറ്റണം, ഡ്രൈ ആവണം. നല്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ എല്ലാം അതിൽ തന്നെ പിടിച്ച് കിടക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏലക്ക ഈ ചക്കയും ശർക്കരയൊക്കെ ചേർക്കുന്ന മിശ്രിതത്തിന് അപ്പോഴേ തന്നെ ചേർക്കണം, എങ്കിൽ അതിൻ്റെ ഫ്ലേവർ ആ ചക്ക പീസിലേക്ക് കിട്ടും. ഇപ്പോൾ നല്ല ഏകദേശം ഇങ്ങനെ വറ്റി വരുന്നുണ്ട്, കുറച്ചുകൂടെ കഴിയട്ടെ. ഏകദേശം ആയി വരുന്നുണ്ട്. ഇതാണ് പരുവം. ഈ പരുവത്തിൽ നല്ലതുപോലെ വറ്റി വരും. വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങയുടെ 1-ാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് നമുക്ക് കുറവാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് കുറവായിരുന്നു, നമ്മൾ ഫസ്റ്റിൽ കുറച്ച് ആദ്യം ചേർത്തായിരുന്നു ഇടയ്ക്ക് വെച്ച്, അതുകൊണ്ട് നമുക്ക് കുറവായിരുന്നു. നമുക്ക് കുറച്ച് പാലോ അല്ലെങ്കിൽ പാൽപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ അത് കലക്കിയോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാലൊഴിച്ച് കഴിഞ്ഞു. ഇനി പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. നമ്മൾ തണുത്ത പാലോ ഒക്കെ ആയിരിക്കും ചേർക്കുന്നത്, ചൂടാക്കിയൊന്നും ചേർക്കണമെന്നില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി വറുത്ത് ചേർക്കാം. നമ്മൾ നെയ്യിലാണ് വറുക്കുന്നത്, ഇതുപോലെ വറുത്തെടുക്കണം, കരിഞ്ഞൊന്നും പോകരുത്. ഇനി നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങ കൂടെ ആ നെയ്യിലേക്കൊന്ന് വറുത്തെടുക്കാം. അതും ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ചുക്കുപൊടിയാണ്. ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരല്പം ചുക്കുപൊടി ചേർക്കുമെങ്കിൽ, ചുക്ക് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അമ്മിയിലോ ഒക്കെ വെച്ച് ഒന്ന് ചതച്ച് ഒരല്പം കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല കിടിലം ഫ്ലേവർ കിട്ടും. അപ്പോൾ അതാ ഏകദേശം പായസമായിട്ടുണ്ട്. ആ പായസത്തിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ മുന്തിരിയും ആ തേങ്ങയും ആ നെയ്യും കൂടെയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്താ മണമെന്നറിയാവോ? നല്ല കിടിലം പച്ച ചക്ക കൊണ്ട് ഇതുപോലൊരു പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം. കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ അതിൻ്റെ ഗ്ലാമർ. ഇത്രയും നല്ല സൂപ്പർ പായസം അട വെച്ചാൽ പോലും കിട്ടത്തില്ല. ഇതുപോലെ പായസം ഒരു വാഴയിലങ്ങാട്ട് വെട്ടി അതിലേക്ക് ഈ പായസം, ഒരു തവി പായസം അതിലേക്ക് ഒഴിച്ച് ഒരു ഞാലിപ്പൂവും പഴം കൂടെ ഞവടി ഒരു പിടിയങ്ങ് പിടിച്ചാൽ അടപ്രഥമനൊക്കെ മാറി നിൽക്കും. സൂപ്പർ പായസമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പച്ച ചക്ക കൊണ്ട് നമുക്ക് ഇതുപോലെ കിടിലം പായസം വെക്കാന്നുള്ള നമ്മൾ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്, ഞാൻ ഗ്യാരണ്ടി. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വരിക. ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ മക്കളെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കിടിലം വീഡിയോകളും റെസിപ്പികളും ഐഡിയകളുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. Break the chain, stay home, stay safe.